Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തു നിർത്തിയേ? Kinds of order that is placed. Okay, kinds of order that is placed, അല്ലേ? Okay, അത് ക്ലിയർ ആണല്ലോ അല്ലേ? ആ മൂന്നെണ്ണം ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പൊ സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം, ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം, ടു ബിൻ സിസ്റ്റം, ഇത് മൂന്നെണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഏതാണ്? ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ് പറഞ്ഞില്ലേ? ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ് പറഞ്ഞു അല്ലെ? ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ്, ടൈപ്സ് ഓഫ് സ്റ്റോർസ് ഇൻ എ ഹോസ്പിറ്റൽ പറഞ്ഞില്ലേ? ടൈപ്സ് പറഞ്ഞില്ലേ? പറഞ്ഞു. ഓക്കെ, പറഞ്ഞു അല്ലെ? ഓക്കെ, നെക്സ്റ്റ് സിറ്റുവേഷൻസ് ഓഫ് ദ സ്റ്റോർ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ശരിയാണോ? ഓക്കെ, ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ് പറഞ്ഞിരുന്നു, ടൈപ്സ് ഓഫ് സ്റ്റോർ ഇൻ എ ഹോസ്പിറ്റൽ, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? നെക്സ്റ്റ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് സിറ്റുവേഷൻ ഓഫ് ദ സ്റ്റോർ അല്ലെ? ഒരു സ്റ്റോറിന്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ എവിടെയായിരിക്കണം എന്നതാണ്. Then factors determining the location നോക്കട്ടെ. ഇവിടെ ലൊക്കേഷൻ ഓഫ് ദി സ്റ്റോർസ് ആർ. ഇനി എന്തൊക്കെ ഘടകങ്ങളാണ് ഒരു സ്റ്റോറിന്റെ ലൊക്കേഷൻ നിർണ്ണയിക്കുന്നത്? എന്തൊക്കെ ഫാക്ടേഴ്സ് ഉപയോഗിച്ചാണ്, എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഒരു സ്റ്റോറിന്റെ ലൊക്കേഷൻ നമ്മൾ എവിടെയാണ് വേണം എന്നുള്ളത് നിർണ്ണയിക്കുന്നത്? പറയുമ്പോ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഫസ്റ്റ് വൺ നോക്കിയേ, ക്ലോസർനെസ് ടു ദ യൂസർ. എന്താണ്? ആരാണോ ആ ഒരു സ്റ്റോർ ഉപയോഗിക്കുന്നത് അവരുടെ അടുത്തായിരിക്കണം അല്ലെ? തൊട്ടടുത്തായിരിക്കണം ആ സ്റ്റോർ വരേണ്ടത് അല്ലെ? ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്താണെങ്കിൽ ഏത് സ്റ്റോർ ആയിരിക്കണം തൊട്ടടുത്ത് വരേണ്ടത്? ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്ത് വരേണ്ട സ്റ്റോർ ഏതാ? തൊട്ടടുത്ത് വരേണ്ട സ്റ്റോർ ഏതാണ്? ആ, വെരി ഗുഡ്, സർജിക്കൽ സ്റ്റോർ അല്ലെ? ഇനി ഒരു ഫാർമസിയുടെ അടുത്ത് വരേണ്ട സ്റ്റോർ ഏതാ? ഒരു ഫാർമസിയുടെ അടുത്ത് ഡ്രഗ് സ്റ്റോർ അല്ലെ? അപ്പൊ അങ്ങനെ എപ്പോഴും എന്തായിരിക്കണം? അത് ആരാണോ ഉപയോഗിക്കുന്നത് ആ യൂസർ ആരാണ്, ആ ഉപഭോക്താവിന്റെ ആ യൂസർ ഡിപ്പാർട്ട്മെന്റിന്റെ തൊട്ടടുത്തായിരിക്കണം എന്തിന്റെ സ്ഥാനം വരേണ്ടത്? സ്റ്റോറിന്റെ സ്ഥാനം വരേണ്ടത്. രണ്ടാമതായി ഫ്യൂച്ചർ ഗ്രോത്ത് ഓർ ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊസീജിയർ. ഭാവിയിൽ വിപുലീകരിക്കാൻ സാധ്യതയുള്ളത് അല്ലെ? നമ്മളിപ്പോ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റോർ ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. എന്നാൽ ഭാവിയിൽ ആ ഡിപ്പാർട്ട്മെന്റ് വലുതാവുന്നതിനനുസരിച്ച് അവിടെയുള്ള സ്റ്റോറിൽ സൂക്ഷിക്കേണ്ട സാധനങ്ങളുടെ എണ്ണവും കൂടും അല്ലെ? അപ്പൊ എപ്പോഴും ആ സ്റ്റോർ എന്ന് പറയുന്നത് നിലവിലല്ല, ഇനി ഭാവിയിൽ എന്തെങ്കിലും വിപുലീകരിക്കാനുണ്ടെങ്കിൽ അതിന് കഴിയുന്ന രീതിയിലായിരിക്കണം ആ ഒരു സ്റ്റോറിന്റെ ലൊക്കേഷൻ വരേണ്ടത്. മൂന്നാമതായി പറയുന്നത് അവൈലബിലിറ്റി ഓഫ് വെഹിക്കിൾസ് അല്ലെ? എന്തിനായിരിക്കും വെഹിക്കിൾസിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നത്? സാധനങ്ങൾ ചിലപ്പോൾ സ്റ്റോറിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് സ്റ്റോറിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും സാധനങ്ങൾ അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ചിലപ്പോൾ പോവാനായിട്ടുണ്ടാവാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി വാഹനങ്ങളുടെ ലഭ്യത ഉണ്ടോ എന്നുള്ളത് വരുത്തണം. ഫോർത്ത് വൺ ആണ് പാർക്കിംഗ് ആൻഡ് അൺലോഡിങ്. ഈ വരുന്ന വാഹനങ്ങൾ അല്ലെ? ആ സ്റ്റോറിലേക്ക് ചിലപ്പോൾ ഒരുപാട് സാധനങ്ങൾ വലിയ വലിയ ബൾക്കായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് വാഹനങ്ങളിലാണ് വരുന്നത് അല്ലെ? ഒരുപാട് വാഹനങ്ങൾ വരും അല്ലെ? അതൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരിടം വേണം. അതുപോലെ എല്ലാ സാധനങ്ങളും അൺലോഡ് ചെയ്യാനുള്ള ഒരിടം കൂടി ആ സ്റ്റോറിൽ ഉണ്ടായിരിക്കണം. ദെൻ ആഡിക്വേറ്റ് ടേണിംഗ് സ്പേസ്. എന്താ? ആവശ്യമായ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസ്, സ്ഥലം ആ സ്റ്റോറിനുള്ളിൽ ഉണ്ടായിരിക്കണം.
അല്ലെ? ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു സർജിക്കൽ സ്റ്റോർ ആണ് അല്ലെങ്കിൽ ഒരു ഡ്രഗ് സ്റ്റോർ ആണെങ്കിൽ അതിനുള്ളില് അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സാധനങ്ങളും ആവശ്യമായ എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു ഇടം ഉണ്ടായിരിക്കണം. ദെൻ ഡേഞ്ചറസ് മെറ്റീരിയൽസ്, എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള മെറ്റീരിയൽസ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേർതിരിച്ച് സൂക്ഷിക്കാൻ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനുള്ളൊരു സൗകര്യം കൂടി ആ സ്റ്റോറിനുള്ളിൽ ഉണ്ടാകും. സെവൻത് വൺ ആണ് സേഫ്റ്റി, സുരക്ഷ, അല്ലെ? അവിടുത്തെ ജീവനക്കാരുടെ സുരക്ഷ, അതുപോലെ തന്നെ ആ സ്റ്റോറിനുള്ളിലുള്ള സാധനങ്ങളുടെ സുരക്ഷയൊക്കെ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ നല്ല സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്ന രീതിയിലുള്ള മാർഗങ്ങളായിരിക്കണം ആ ഒരു സ്റ്റോറിൽ ഉണ്ടായിരിക്കണം. അവിടുത്തെ ജീവനക്കാരുടെ ആവാം അല്ലെങ്കിൽ അവിടുത്തെ സാധനങ്ങളൊക്കെ വളരെ സേഫ് ആയിട്ട് അല്ലെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. ലാസ്റ്റ് പറയുന്നതാണ് ഇൻഫ്ലേമബിൾ. ഇൻഫ്ലേമബിൾ? പെട്ടെന്നൊരു തീപിടുത്തങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും അവിടെയുള്ള ജീവനക്കാർക്കാണെങ്കിലും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള തീപിടുത്ത കാര്യങ്ങളോ വന്നാല് അതൊക്കെ പെട്ടെന്ന് ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യം ആ ഒരു സ്റ്റോറിനോട് ചേർന്ന് ഉണ്ടായിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എന്തൊക്കെ ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്? ഒരു സ്റ്റോറിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അത് നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ താഴെ പറഞ്ഞത്. ഒന്നാമത് എപ്പോഴും ആ യൂസറിനോട് അല്ലെ ആരാണ് അത് ഉപയോഗിക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റിനോട് തൊട്ടടുത്തായിരിക്കണം സ്റ്റോറിന്റെ സ്ഥാനം വരേണ്ടത്. രണ്ടാമതായി പറഞ്ഞത് ഭാവിയില് വിപുലീകരിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആ സ്റ്റോറിന്റെ ലൊക്കേഷൻ വരേണ്ടത്. മൂന്നാമതായി പറഞ്ഞത് വാഹനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തണം. ഇവിടെ വാഹനങ്ങൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ആ സ്റ്റോറിൽ സാധനങ്ങൾ കൊണ്ടുവരാനുണ്ടാവും അല്ലെങ്കിൽ സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാനുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ ലഭ്യമാണോ എന്ന് കൂടി ഉറപ്പുവരുത്തണം. അതുപോലെ പാർക്കിംഗ് ആൻഡ് അൺലോഡിങ്, സാധനങ്ങള് പർച്ചേസിങ് കഴിഞ്ഞ് ഓർഡർ വരുന്ന ഡെലിവറി ചെയ്ത് വരുന്ന സാധനങ്ങള് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഇടം ഉണ്ടായിരിക്കണം. അത് അൺലോഡ് ചെയ്യാനായിട്ടുള്ള ഇടവും ഉണ്ടായിരിക്കണം. അതുപോലെ ആഡിക്വേറ്റ് ടേണിംഗ് സ്പേസ്, ഈ സ്റ്റോറില് ആവശ്യമായ എന്തൊക്കെ സാധനങ്ങളാണോ വേണ്ടത് ആ സാധനങ്ങളെല്ലാം കൃത്യമായി സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഇടം ആ സ്റ്റോറിനുള്ളിൽ ഉണ്ടായിരിക്കണം. ദെൻ ഡേഞ്ചറസ് മെറ്റീരിയൽസ്, എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് വേർതിരിച്ച് സൂക്ഷിക്കാനുള്ള ഒരു ഇടം ഉണ്ടായിരിക്കണം. ദെൻ സേഫ്റ്റി, അല്ലെ? അവിടുത്തെ സാധനങ്ങളുടെ സുരക്ഷ, അതുപോലെ ജീവനക്കാരുടെയൊക്കെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കണം ആ ഒരു സ്റ്റോറിന്റെ ലൊക്കേഷൻ പറയുന്നത്. അതുപോലെ ഇൻഫ്ലേമബിൾ, എന്തെങ്കിലും തീപിടുത്തങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് എവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റണം, അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റണം, അല്ലെ? അപ്പൊ ജീവനക്കാർക്കാണെങ്കിലും ആ ഒരു സ്റ്റോറിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ തീപിടുത്തത്തെ അടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയിലായിരിക്കണം ആ സ്റ്റോറിന്റെ ലൊക്കേഷൻ വരേണ്ടത്. ക്ലിയർ ആണോ അത്? സിറ്റുവേഷൻസ് ഓഫ് ദി സ്റ്റോർ ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡോക്യുമെന്റ്സ് ഓർ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ സ്റ്റോർ. എന്തൊക്കെ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ റെക്കോർഡുകളാണ് ഒരു സ്റ്റോറിൽ സൂക്ഷിക്കുന്നത്? ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു പേര് മാത്രമേ പഠിക്കാനുള്ളൂ. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ, എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞു തരാം കേട്ടോ. ഫസ്റ്റ് വൺ ആണ് സ്റ്റോർസ് മാനുവൽ. എന്താണെന്നൊന്നും ചോദിക്കില്ല കേട്ടോ, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചോദിക്കില്ല. ജസ്റ്റ് ഉൾപ്പെടുന്നത് ഏത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രം അവിടെ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് വൺ ആണ് സ്റ്റോർസ് മാനുവൽ. എന്തായിരിക്കും ഒരു സ്റ്റോർസ് മാനുവല്? ആ സ്റ്റോറിനുള്ളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, അല്ലെ? അതുപോലെ അവിടുത്തെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ വർക്കിംഗ് സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അവരുടെ ഉത്തരവാദിത്തങ്ങള്, അതുപോലെ അവരുടെ വർക്കിംഗ് ടൈം, ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റോർ ആണെങ്കിൽ ഇതിന്റെ വർക്കിംഗ് ടൈം മുതലായ എല്ലാ കാര്യങ്ങളും സൂചിപ്പിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് അല്ലെങ്കിൽ ഒരു റെക്കോർഡാണ് സ്റ്റോർസ് മാനുവൽ എന്ന് പറയുന്നത്. ദെൻ പർച്ചേസ് റിക്വസിഷൻ, അത് നിങ്ങൾക്കറിയാലോ. പർച്ചേസ് റിക്വസിഷൻ എന്താണ് ഒരു പർച്ചേസ് റിക്വസിഷൻ? ആരിൽ നിന്ന് ആരിലേക്കാണ് ആ ഒരു റിക്വസ്റ്റ് പോകുന്നത്? പർച്ചേസ് റിക്വസിഷൻ അറിയില്ലേ? നമ്മൾ പഠിച്ച കാര്യല്ലേ? ഒന്ന് പറഞ്ഞേ, ആരിൽ നിന്ന് ആരിലേക്കാണ് അവിടെ പർച്ചേസിന്റെമായി ബന്ധപ്പെട്ട റിക്വസിഷൻ പോകുന്നേ? മറന്നുപോയോ?
പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെ, യൂസർ, വെരി ഗുഡ്, യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെ അഭ്യർത്ഥന അല്ലെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കുന്നു അല്ലെ, അതാണ് പർച്ചേസിംഗ് റിക്വസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു റിക്വസ്റ്റുമായി, പർച്ചേസിംഗ് റിക്വസിഷനുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ ഉണ്ടാവാം. പർച്ചേസ് പ്ലാൻ, എന്താണ് പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് പർച്ചേസ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആസൂത്രണവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ റെക്കോർഡുകൾ ഉണ്ടാവും. അതുപോലെ പർച്ചേസ് ഓർഡർ, എന്താണ് ഒരു പർച്ചേസ് ഓർഡർ? എന്താണ് ഒരു പർച്ചേസ് ഓർഡർ? പർച്ചേസ് ഓർഡർ എന്താ? ആരൊക്കെ തമ്മിലുള്ള ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്? ആരൊക്കെ തമ്മിൽ ഒരു ലീഗൽ ഡോക്യുമെന്റ് ആ പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്? എന്താണ്? ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിച്ച കാര്യല്ലേ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റും സപ്ലയേഴ്സും തമ്മിലുള്ളൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ് അല്ലെ പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡെലിവറി ചെല്ലാൻ. എന്തായിരിക്കും ഒരു ഡെലിവറി ചെല്ലാൻ എന്ന് പറയുന്നത്? ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫോർമൽ ഡോക്യുമെന്റ് ആണ് ഡെലിവറി ചെല്ലാൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ മറ്റൊരു സപ്ലയേഴ്സിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഈ ഒരു സ്റ്റോറിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ സ്റ്റോറിലേക്ക് കൊണ്ടുവരുമ്പോ അത് അവിടെ നിന്ന് ഇവിടേക്ക് ആ സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഫോർമൽ ഡോക്യുമെന്റ് ആണ് ഈ ഡെലിവറി ചെല്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ സാധനങ്ങൾ ഈ സ്റ്റോറിലോട്ട് എത്തുമ്പോ ആ ഫോർമൽ ഡോക്യുമെന്റ് ആയിട്ടുള്ള ഈ ഡെലിവറി ചെല്ലാൻ ആരാർക്ക് നൽകും? ആരാർക്കാ നൽകുന്നത്? ആരാർക്കാ നൽകുന്നത്? ഇത് സ്റ്റോറിലേക്ക് എത്തുമ്പോ ആ ഒരു ഫോർമൽ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഡെലിവറി ചെല്ലാൻ ആരാർക്കാ നൽകുന്നത്? സപ്ലയേഴ്സ് ആർക്ക് നൽകും? ഈ സ്റ്റോറിലേക്ക് കൊടുക്കും അല്ലെ. സ്റ്റോറിനെ ബന്ധപ്പെട്ട ആരാണോ അവർക്ക് കൊടുക്കും. അതാണ് ഡെലിവറി ചെല്ലാൻ ഉദ്ദേശിക്കുന്നത്. ഗുഡ്സ് റിസീവ്ഡ് നോട്ട്, അതിൽ നിന്ന് പേരിൽ നിന്ന് പറഞ്ഞൂടെ? ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എന്ന് പറയുമ്പോൾ എന്താ? ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എന്താണ്? സ്റ്റോറില് എന്തൊക്കെ സാധനങ്ങൾ അല്ലെ വരുന്ന എന്തൊക്കെ സാധനങ്ങൾ സ്റ്റോറിൽ റിസീവ് ചെയ്തിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ എന്താ സൂക്ഷിച്ചിട്ട് അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നതിനെയാണ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എന്ന് പറയുന്നത്. വരുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് ആ സ്റ്റോറിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ റിസീവ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണ് അതിനെ കുറിച്ചുള്ള വിവരണങ്ങളായിരിക്കും ഗുഡ്സ് റിസീവ്ഡ് നോട്ടിൽ ഉണ്ടാവുക. ഗുഡ്സ് റിട്ടേൺഡ് നോട്ട് എന്താ? റിട്ടേൺ ചെയ്ത് വിട്ടിരിക്കുന്നവ അല്ലെ. ആ ഒരു സാധനങ്ങൾ ചിലപ്പോ നമുക്ക് സ്വീകരിച്ച് കഴിയുമ്പോൾ ചിലപ്പോ അവിടെ എന്തെങ്കിലും ഡാമേജുകളോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതായിട്ടുള്ള സാധനങ്ങളായിരിക്കില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യും? അത് റിട്ടേൺ ചെയ്യും അല്ലെ. അതാണ് ആ റിട്ടേൺ നോട്ടിൽ ഉദ്ദേശിക്കുന്നത്. മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ചില ഹോസ്പിറ്റലുകളിൽ ഇപ്പൊ ചില കെമിക്കൽസ് അല്ലെങ്കിൽ ചില ഡ്രഗ്സ് ഒക്കെ അവർ സ്വന്തമായിട്ട് അവർ തന്നെ ആ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ അവർ എന്ത് ചെയ്യും? അത് മാനുഫാക്ചർ ചെയ്ത് സ്വന്തമായി ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ ഒരു സാധനങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോ അവിടെ അതിന് വേണ്ടതായിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ആവശ്യമാണ് അല്ലെ. അപ്പൊ ആ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ മെറ്റീരിയൽസ് ഒക്കെ എന്തൊക്കെയാണോ ആ മെറ്റീരിയൽസ് വേണ്ടത് അത് വാങ്ങുന്നതിനായിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കുന്ന ആ ഒരു നോട്ടിനെയാണ് മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു ബിൻ കാർഡ്? ബിൻ കാർഡ് എന്താ? സ്റ്റോറിലുള്ള ഐറ്റംസിന്റെ സ്റ്റോക്ക് പൊസിഷനെ സൂചിപ്പിക്കുന്നതാണ് ബിൻ കാർഡ് എന്ന് പറയുന്നത് അല്ലെ. സ്റ്റോറിലുള്ള ഐറ്റംസിന്റെ സ്റ്റോക്ക് പൊസിഷനെ സൂചിപ്പിക്കുന്നതാണ് ഒരു ബിൻ കാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റോർസ് ലെഡ്ജർ. ലെഡ്ജർ എന്നാണ് കേട്ടോ, GER ലെഡ്ജർ. സ്റ്റോർസ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ സ്റ്റോറിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് അല്ലെ, എന്തൊക്കെ ഐറ്റംസ് സ്റ്റോക്ക് ഉണ്ടെന്ന് നമ്മൾ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനെയാണ് സ്റ്റോർസ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ. ആ പേരിൽ നിന്നാണ് ഇവിടെ ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ. ഡെഡ് ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡെഡ് ആയിട്ടെന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? എന്താണ് ഒരു റെസ്പോൺസ് ഇല്ലാതെ? ക്ലിയർ ആവുന്നില്ലേ? എന്താണ് ഒരു ഡെഡ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും?
എങ്ങനെ വരാം, എന്തൊക്കെ വരാം? എക്സ്പയർഡ് ആയിട്ടുള്ളത് വരാം അല്ലെ, ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളത് വരാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലെ, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഡെഡ് സ്റ്റോക്ക് രജിസ്റ്ററുകളിൽ. അത് നമുക്ക് ഇങ്ങനെ അങ്ങനെയുള്ള സ്റ്റോക്കുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ രേഖപ്പെടുത്തുന്നതാണ് ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. പേരുകൾ മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ക്ലിയർ ആണോ? അത് എക്സ്പ്ലെയിൻ ചെയ്യണോ? അത് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് സ്റ്റോർ വേരിയേഷൻസ്. എന്താണ് ഒരു സ്റ്റോറില് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വേരിയേഷൻസ് വരുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം? നോക്കിയേ, ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഡ്യൂ ടു റോങ് എൻട്രീസ്. തെറ്റായ രീതിയിൽ അല്ലെ, തെറ്റായി രേഖപ്പെടുന്നത് മൂലമാവാം. ആണോ? ഒരു സ്റ്റോക്കിൽ വ്യത്യാസം വരുമോ? ഒരു സ്റ്റോറിലുള്ള സ്റ്റോക്കിന്റെ ലെവലിൽ വ്യത്യാസം വരുമോ? തെറ്റായി രേഖപ്പെടുത്തിയാല് വ്യത്യാസം വരില്ലേ? അപ്പൊ ശരിക്കും ചിലപ്പോ നമ്മൾ പർച്ചേസ് ചെയ്ത് വന്ന സാധനം ചിലപ്പോ 10 എണ്ണം ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവർ എൻറ്റർ ചെയ്യുന്ന സമയത്ത് അത് 20 എണ്ണം എൻറ്റർ ചെയ്താൽ അവിടെ ആ സ്റ്റോക്ക് ലെവലിൽ എത്ര എണ്ണത്തിന്റെ വ്യത്യാസം വന്നു? 10 എണ്ണത്തിന്റെ വ്യത്യാസം വന്നു അല്ലെ. ക്ലിയർ ആയോ? അതെന്താണ് ഉദ്ദേശിച്ചത്? റോങ് ആയിട്ട് ഈ തെറ്റായി രേഖപ്പെടുത്തുന്നത് മൂലം ആ സ്റ്റോക്ക് ലെവലിൽ വ്യത്യാസങ്ങൾ വരാം അല്ലെ. രണ്ടാമതായി പറയുന്നത് എന്താ? ഷോർട്ടേജ്. എന്തെങ്കിലും കുറവുകൾ മൂലം, എന്തെങ്കിലും സാധനങ്ങളുടെ കുറവുകൾ മൂലം ആ ഒരു സ്റ്റോറില് സ്റ്റോക്ക് ലെവലില് വ്യത്യാസങ്ങൾ വരാം. അതുപോലെ ഓവർ ഇഷ്യൂ അല്ലെ, കൂടുതലായാല് ഒരുപാട് കൂടി വരുന്നുണ്ടെങ്കിൽ ആ ഒരു സാധനത്തിന്റെ എണ്ണ കൂടി വന്നാലും ആ ഒരു സ്റ്റോക്ക് ലെവലിൽ വ്യത്യാസങ്ങൾ വരാം. അൺകെപ്റ്റ് ഇൻ റോങ് ബിൻ. എന്താ? സൂക്ഷിക്കുന്ന ബിന്നുകള് മാറിപ്പോയാല്, തെറ്റായി പോയാല്. ഇപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിലും സാധനങ്ങൾ ചിലപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ കാണില്ല അല്ലെ. അതെന്തായിരിക്കും കാണാത്തത്? ചിലപ്പോൾ നമ്മൾ സ്ഥിരം വെക്കുന്ന അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അല്ലെങ്കിൽ ബോക്സിൽ എവിടെയെങ്കിലും ഇട്ട് വെച്ചിട്ടുണ്ടാവും അല്ലെ. സ്ഥിരം വെക്കുന്നിടത്തല്ലാതെ മറ്റെവിടെയെങ്കിലും വെക്കുമ്പോ നമ്മൾ പറഞ്ഞു നോക്കിയാൽ കാണോ? ഇല്ല അല്ലെ. നമ്മൾ നോക്കി നടക്കും ഈ സാധനം ഇവിടെ പോയി എന്നുള്ളത് അല്ലെ. ആണോ? എന്താണ് ഒരു റെസ്പോൺസ് ഇല്ലാതിരിക്കുന്നത് രാവിലെ തന്നെ? അതല്ലേ. അപ്പൊ അങ്ങനെ എന്താണ്? കെപ്റ്റ് ഇൻ റോങ് ബിന്ന്, അതായത് സൂക്ഷിച്ചു വെക്കുന്ന ആ ഒരു ബിന്നുകളിൽ തെറ്റായിട്ട് എന്ത് ചെയ്യാം? മാറിപ്പോവാം അല്ലെ. സൂക്ഷിക്കുന്ന ബിന്നുകൾ മാറിപ്പോവാം. അപ്പൊ നമ്മൾ ആ ഒരു പ്രസന്റ് ടൈമിൽ നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ ഈ സാധനം കാണില്ല, അതിന്റെ കുറവായിരിക്കും എന്നുള്ളത് അവർ രേഖപ്പെടുത്തും. അപ്പൊ ഒരു വ്യത്യാസം വരില്ലേ? പിൽഫറേജ്. എന്താ പിൽഫറേജ്? എന്താണ് ഒരു പിൽഫറേജ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പഠിച്ചതാണല്ലോ. എന്താണ് ഒരു പിൽഫറേജ്? എന്താണ് ഒരു പിൽഫറേജ് എന്ന് പറഞ്ഞ? മറന്നുപോയോ പഠിച്ചതൊക്കെ? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മറന്നു. എന്താണ് ഒരു പിൽഫറേജ് എന്ന് പറഞ്ഞാല്? മോഷണം അല്ലെ. ആണോ? മോഷണം നടത്തുന്നതല്ലേ പിൽഫറേജ്. ഏത് ചാപ്റ്ററിലാണ് നമ്മൾ മുൻപ് പഠിച്ചേ? ഏതെങ്കിലും ചാപ്റ്ററിൽ മുൻപ് പഠിച്ചിരുന്നോ? ഇല്ല, അത് ഓർമ്മയില്ല. ചാപ്റ്ററിന്റെ പേര് ഓർമ്മയില്ല. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. നോക്കി, മോഷണങ്ങൾ വരാം അല്ലെ. മോഷണങ്ങൾ നടന്നാൽ കളവ് പോകുമ്പോ അവിടെ ആ ഒരു സ്റ്റോക്കിൽ വ്യത്യാസം വരില്ലേ? അതുപോലെ ഇവാപറേഷൻ. എന്താ? ബാഷ്പീകരിച്ചു പോകുന്നതിലൂടെ. എന്താണ് ബാഷ്പീകരിച്ചു പോകുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലെ, ചില സാധനങ്ങൾ എന്താണ് ഇപ്പൊ ലിക്വിഡ്സ് ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് അത് എന്ത് ചെയ്യും? ബാഷ്പീകരിച്ചു പോവാം അല്ലെ. അപ്പൊ അതിലവിടെയും ആ ഒരു സ്റ്റോക്ക് ലെവലില് വ്യത്യാസം വരാം. അതുപോലെ വേസ്റ്റ് ആയി പോവുക. ഇപ്പൊ നമ്മുടെ എക്സ്പയർ ആയി പോവുക, അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആവുക, എക്സ്പയർ ആയി പോവുക, അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയി പോവുക. അങ്ങനെ വേസ്റ്റ് ആയി പോകുന്നതിലൂടെയും നമുക്ക് ആ ഒരു സ്റ്റോക്ക് ലെവലിൽ വ്യത്യാസം വരാം. ഒരു സ്റ്റോറില് വേരിയേഷൻസ് ഉണ്ടാവുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? ഒരു റോങ് എൻട്രി, തെറ്റായി രേഖപ്പെടുത്തുന്നതിലൂടെയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുറവ് വരുന്നതിലൂടെയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസിന്റെ നമ്പർ കൂടുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ എന്താ തെറ്റായ രീതിയിൽ സാധനങ്ങൾ മറ്റൊരു ബിന്നിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ എന്താ പിൽഫറേജ്, മോഷണങ്ങൾ നടന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ എന്താ ബാഷ്പീകരിച്ചു പോകുന്നത് കൊണ്ടാവാം, അല്ലെങ്കിലോ വേസ്റ്റ് ഔട്ട്ഡേറ്റഡ് ആവുക, അല്ലെങ്കിൽ എക്സ്പയർ ആവുക, അല്ലെങ്കിൽ ഡാമേജ് ഒക്കെ സംഭവിച്ച് വേസ്റ്റ് ആയ സാധനങ്ങൾ പോകുന്നത് കൊണ്ടും സ്റ്റോറിൽ വ്യത്യാസങ്ങൾ വരാം. ക്ലിയർ ആണോ? ദെൻ പിൽഫറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ആക്ട് ഓഫ് സ്റ്റീലിംഗ് തിങ്സ് ഓഫ് ലോ വാല്യൂ.
കുറഞ്ഞ മൂല്യമുള്ള സാധനങ്ങൾ മോഷണം നടത്തുന്നതിനെയാണ് പിൽഫറേജ് എന്ന് പറയുന്നത്. ആക്ട് ഓഫ് സ്റ്റീലിംഗ് തിങ്സ് ഓഫ് ലോ വാല്യൂ. കുറഞ്ഞ മൂല്യമുള്ള സാധനങ്ങൾ മോഷണം നടത്തുന്നതിനെയാണ് പിൽഫറേജ് എന്ന് പറയുന്നത്. ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റോക്ക് വേരിഫിക്കേഷൻ. ഇങ്ങനെ ഒരു സ്റ്റോക്ക് വേരിഫൈ ചെയ്യുന്നത് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വണ്ണാണ് അക്കൗണ്ടബിലിറ്റി. എന്താ? ഉത്തരവാദിത്തം. ഇവിടെ ആരുടെ ഉത്തരവാദിത്തമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? നല്ലൊരു സ്റ്റോക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരുടെ ഉത്തരവാദിത്തമായിരിക്കും? ആരുടെ ഉത്തരവാദിത്തമായിരിക്കും? ആരുടെ ഉത്തരവാദിത്തമായിരിക്കും? ഒരു ഓഫീസ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നല്ല രീതിയിൽ മെറ്റീരിയൽസ് മാനേജർ തന്നെയാണ്. അതുപോലെ എന്താ ഇവിടെ സ്റ്റോക്കിലുള്ള ജീവനക്കാരുടെ ഉത്തരവാദിത്തം അല്ലെ? അത് നമ്മൾ ജനറൽ ആയിട്ട് പറയാം അല്ലെ? ഒരു വ്യക്തി എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും അവിടുത്തെ എല്ലാ ജീവനക്കാരും അല്ലെങ്കിൽ എംപ്ലോയീസും ഉത്തരവാദിത്തത്തോടു കൂടി ആയിരിക്കണം ചെയ്യേണ്ടത് അല്ലെ? അങ്ങനെ ഒരു സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്തുന്ന വഴി അവിടെയുള്ള ജീവനക്കാര് അല്ലെ, എല്ലാ സ്റ്റാഫ് അല്ലെങ്കിൽ എല്ലാ ജീവനക്കാരും കൃത്യമായി ഉത്തരവാദിത്തത്തോടു കൂടി അവരുടെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമതായിട്ട് ആക്യുറസി. വളരെ കൃത്യതയോടുകൂടിയാണോ ഇവർ ജോലികൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ കൃത്യതയോട് ജോലി ചെയ്യുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ആ സ്റ്റോക്ക് ഒക്കെ വളരെ കൃത്യമായിട്ടാണോ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്, എല്ലാം വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണോ ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമതായിട്ട് ഒബ്സർവിംഗ് ഓഫ് തെഫ്റ്റ് ആൻഡ് പിൽഫറേജ്. എന്തെങ്കിലും മോഷണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കളവുകളോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് എക്സാമിനിങ് ഓഫ് ദ സിസ്റ്റംസ്. സ്റ്റോറിലെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കും. അഞ്ചാമതായിട്ട് റിവ്യൂ ഓഫ് സേഫ്റ്റി. അവിടുത്തെ സുരക്ഷിതത്വം അല്ലെ, അവിടുത്തെ ആ ഒരു സുരക്ഷയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് റിവ്യൂ നടത്താൻ അല്ലെങ്കിൽ അവലോകനങ്ങൾ ചെയ്യാനായിട്ടും സാധിക്കും. ഒരു സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്തുന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് 5 കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി. അവിടെയുള്ള ഓരോ ജീവനക്കാരും ഈ പറയുന്ന സ്റ്റോറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണോ ജോലി ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമതായിട്ട് വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ വളരെ ആക്യുറേറ്റ് ആയിട്ട് കൃത്യമായിട്ട് തന്നെയാണോ ഓരോ കാര്യങ്ങളും സ്റ്റോക്ക് ചെയ്യുന്നത്, കൃത്യമായിട്ട് അവർ അവരുടേതായ ജോലികൾ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമതായിട്ട് എന്തെങ്കിലും മോഷണങ്ങളോ കളവുകളോ നടന്നിട്ടുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ പറ്റും. നാലാമതായിട്ട് ആ ഒരു സ്റ്റോറിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കും. അഞ്ചാമതായിട്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവലോകനം ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? അത് 5 പോയിന്റ്സ് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നോക്കാം കോഡിഫിക്കേഷൻ. മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ് കേട്ടോ. കോഡിഫിക്കേഷൻ നോക്കി, എന്താണ് ഒരു കോഡിഫിക്കേഷൻ? കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കോഡൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മൾ പല സാധനങ്ങൾക്കും കോഡുകൾ ഉപയോഗിച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അല്ലെ? ഇവിടെ നമ്മുടെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് സ്റ്റോറിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോ കോഡുകൾ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇവിടെ കോഡിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റെപ്രസെന്റിംഗ് all item by a number or alphabet, the digits of which shows the group, the subgroup, the type and magnitude of the item. ഇവിടെ എന്താ കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്? എന്താണ്? ഈസ് ദ പ്രോസസ് ഓഫ് റെപ്രസെന്റിംഗ് ഓൾ ഐറ്റം ബൈ എ നമ്പർ ഓർ ആൽഫബറ്റ്. ഒരു നമ്പർ ഉപയോഗിച്ചുകൊണ്ട് 0, 1, 2, 3 എന്ന് പറയുന്ന ഒരു നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആൽഫബറ്റ്സ് അല്ലെ ABCD മുതലായ ആൽഫബറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടോ ഏതെങ്കിലും ഒരു ഐറ്റത്തിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നതിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ?
ഒരു നമ്പർ ഉപയോഗിച്ചുകൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു ആൽഫബറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു സാധനത്തിനെ സൂചിപ്പിക്കുക അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കോഡിഫിക്കേഷൻ അല്ലെങ്കിൽ കോഡുകൾ നമ്മൾ നിർമ്മിക്കുന്നത് കൊണ്ട് ഒരു നമ്പർ ആവാം അല്ലെങ്കിൽ ഒരു ആൽഫബറ്റ് ആവാം, അത് നമ്മൾ അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഡിജിറ്റ്സ് ഓഫ് വിച്ച് ഷോസ്, ആ ഡിജിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിൽ ആ ഒരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ഐറ്റം ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു, ഏത് സബ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു, ഏത് ടൈപ്പിൽ ഉൾപ്പെടുന്നു, അല്ലെങ്കിൽ അതുപോലെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഐറ്റം, ആ ഒരു ഐറ്റത്തിന്റെ വ്യാപ്തി അല്ലെങ്കിൽ അത് എത്ര അളവിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് എന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആണോ? ഒരു കോഡിഫിക്കേഷൻ എന്താന്ന് മനസ്സിലായോ? കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. അവിടെ ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു ആൽഫബറ്റ്സ് അല്ലെ, ഇപ്പൊ നമ്പർ എന്ന് പറഞ്ഞാൽ 0 to 1 2 3 പോലെയുള്ള നമ്പേഴ്സ് അല്ലെ, ആൽഫബറ്റ്സ് ആകുമ്പോൾ ABCD പോലെയുള്ള ആൽഫബറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഐറ്റം ഏതെങ്കിലും ഒരു സാധനമായിട്ടുള്ള അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു നമ്പർ അല്ലെങ്കിൽ ആ ഒരു കോഡ് ഉപയോഗിച്ചുകൊണ്ട്, ചിലപ്പോൾ ഒരു ആൽഫബറ്റ് ആവാം, ചിലപ്പോൾ ഒരു നമ്പർ ആവാം, ആ ഒരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഐറ്റം ഏത് ഗ്രൂപ്പിലേക്ക് വരുന്നു, ഏത് സബ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതാണ്, ഏത് ടൈപ്പ് ഓഫ് ഐറ്റം ആണിത്, അതുപോലെ അതിന്റെ വ്യാപ്തി എത്ര അളവിൽ അത് സൂക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ? കോഡിഫിക്കേഷൻ ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കി കോഡിഫിക്കേഷൻ ഓഫ് സിസ്റ്റംസ്. ഇനി ഈ ഒരു കോഡിഫിക്കേഷനില് കുറച്ച് നമുക്കൊരു 6 ടൈപ്പ് നമുക്കത് പറയാനുണ്ട്. ഏതൊക്കെ സിസ്റ്റംസിലൂടെയാണ് കോഡിഫിക്കേഷൻ നടക്കുന്നത്? വളരെ സിമ്പിൾ ആണ്, നിങ്ങളൊന്ന് ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് വൺ ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം. ആ ഒരു പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പറഞ്ഞൂടെ ഇവിടെ കോഡ് ചെയ്യാനായിട്ട് എന്തായിരിക്കും ഉപയോഗിക്കുന്നത്? കോഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാൻ നമ്പേഴ്സ് ആയിരിക്കും അല്ലെ. നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നു അല്ലെ. നോക്കിയേ, പ്രൊവൈഡിങ് നമ്പേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രൂപ്പ്സ് ഇൻ എ സ്റ്റോർ എന്നാക്കാട്ടാ, സ്റ്റോർ ട്ടാ. അപ്പൊ ഒരു ഐറ്റം, സ്റ്റോറിലുള്ള ഒരു ഐറ്റം ഏത് ഗ്രൂപ്പിലാണ്, സ്റ്റോറിലെ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന കോഡ് എന്ന് പറയുന്നത് നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള കോഡായിരിക്കും. അതിനൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, 0-99. ആ ഒരു കോഡ് എന്ന് പറയുന്നത് എന്ത് ഐറ്റംസിന്റെ കോഡാണ്? സർജിക്കൽ ഐറ്റംസിന്റെ കോഡാണ്. ഈ സർജിക്കൽ ഐറ്റംസിന്റെ ഈ കോഡ് കണ്ടാൽ അത് ആ സ്റ്റോറിലുള്ള സർജിക്കൽ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ നമ്പർ ഉപയോഗിച്ചുള്ള കോഡുകൾ വഴി നമുക്ക് മനസ്സിലാവുന്നു. ക്ലിയർ ആയോ? ഫസ്റ്റ് വൺ ക്ലിയർ ആയോ? കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെയും ചോദിക്കുന്നത് കേട്ടോ. സെക്കൻഡ് വൺ നോക്കി, ആൽഫബറ്റിക്കൽ കോഡ് അല്ലെ, ആൽഫബറ്റിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം. ഇവിടെ എന്തായിരിക്കും? ആൽഫബറ്റ്സ് ആയിരിക്കും ഉപയോഗിക്കുക അല്ലെ. അതെ, ആൽഫബറ്റ്സ് ആർ യൂസ്ഡ് ടു കോഡിഫൈ ദ മെറ്റീരിയൽ. ആ മെറ്റീരിയലിനെ കോഡ് ചെയ്യാനായിട്ട് ആൽഫബറ്റ്സ് ആയിരിക്കും ഉപയോഗിക്കുക. ഇനി അതിലൊരു പ്രത്യേകത എന്താ? എല്ലാ ആൽഫബറ്റ്സും ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്. ആ ലെറ്ററിന്റെ എല്ലാ ഒരു ഐറ്റത്തിന്റെ പേരെന്താണോ അതിന്റെ ആദ്യത്തെ 3 ലെറ്റേഴ്സ് ആയിരിക്കും ഉപയോഗിക്കുക. ഇവിടെ ഒരു എക്സാമ്പിളിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ സർജിക്കൽ എന്ന വേർഡിന്റെ കോഡാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ആദ്യം പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് 3 ലെറ്റേഴ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇവിടെ 2 ലെറ്റേഴ്സ് അല്ലേ ഉള്ളൂ. അവിടെ ഏതൊരു അക്ഷരവും കൂടി വരും? SUR എന്നാക്കുക കേട്ടോ, SUR എന്നാക്കുക. ഓക്കെ ആണോ? അത് ഒരു സർജിക്കൽ എന്ന് പറയുന്ന വേർഡിന്റെ കോഡ് എന്താണ്? ഇവിടെ ആൽഫബറ്റിക്കൽ കോഡ് എന്താ? SUR എന്നാണ് അല്ലെ. അപ്പൊ അതിന്റെ ഫസ്റ്റത്തെ ആ ലെറ്ററിന്റെ ആദ്യത്തെ 3 അക്ഷരം അല്ലെ, 3 ആൽഫബറ്റ് ആണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? ആൽഫബറ്റിക്കൽ കോഡ് ക്ലിയർ അല്ലേ? ഓക്കെ, തേർഡ് വൺ ആണ് ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം. അതൊന്ന് പറഞ്ഞപ്പോ ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം. വെരി ഗുഡ്, രണ്ടും ഉണ്ടാവും അല്ലെ. ഇതൊരു കോമ്പിനേഷൻ ആണ്. ആൽഫബറ്റിക്കലും ആൻഡ് ന്യൂമറിക്കൽ സിസ്റ്റങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണ് ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം.
Then use alphabets to show main group. ചില കേസുകൾ അതിന്റെ മെയിൻ ഗ്രൂപ്പ്, ഒരു ഐറ്റത്തിന്റെ മെയിൻ ഗ്രൂപ്പ് കാണിക്കാനായിട്ട് അവർ എന്ത് കോഡ് ഉപയോഗിക്കുന്നു? ആൽഫബറ്റ് ഉപയോഗിച്ചുള്ള കോഡ് ഉപയോഗിക്കാം. ഇനി അതേ ഐറ്റത്തിന്റെ തന്നെ സബ് ഗ്രൂപ്പ് കാണിക്കാനായിട്ട് അവർ എന്ത് ചെയ്യും? ന്യൂമറിക്കൽസ് ഉപയോഗിച്ച് നമ്പേഴ്സ് ഉപയോഗിച്ച് കോഡ് ചെയ്യും. ഇനി അത് തിരിച്ചുമാവാം. എന്താ? അവര് ചിലപ്പോ ആദ്യം മെയിൻ ഗ്രൂപ്പിന് വേണ്ടി നമ്പർ ഉപയോഗിച്ചാണ് കോഡ് ചെയ്യുന്നതെങ്കിൽ അതേ ഐറ്റത്തിന്റെ സബ് ഗ്രൂപ്പിനൊപ്പം എന്തായിരിക്കും കൊടുക്കുക? നമ്പർ ആണ് ആദ്യം മെയിൻ ഗ്രൂപ്പിന് കൊടുത്തതെങ്കിൽ സബ് ഗ്രൂപ്പിന് ഏതായിരിക്കും കൊടുക്കുക കോഡ് ചെയ്യാനായിട്ട്? വെരി ഗുഡ്, ആൽഫബറ്റ് ആയിരിക്കും കൊടുക്കുക അല്ലെ. രണ്ട് രീതിയിലും ചെയ്യാം. അപ്പൊ രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ച് കോഡ് ചെയ്യുന്നതാണ് ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഫോർത്ത് വൺ ആണ് ഡെസിമൽ സിസ്റ്റം. എന്താണ് ഒരു ഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞാല്? ദശാംശ സംഖ്യകൾ അല്ലെ. ആണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, കുഞ്ഞു ക്ലാസ്സിൽ മുതൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് അല്ലെ. ഡെസിമൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ഡെസിമൽ ടു റെപ്രസെന്റ് ഐറ്റംസ്. ഈ പോലെയുള്ള ഈ ദശാംശ സംഖ്യകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡെസിമൽ നമ്പറുകൾ ഉപയോഗിച്ച് ഒരു ഐറ്റത്തിനെ അല്ലെങ്കിൽ ഒരു സാധനത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കിയേ. 50.1432 അല്ലെ, ഒരു ദശാംശ സംഖ്യ അല്ലേ. അങ്ങനെയുള്ള ഒരു ഡെസിമൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ഡെസിമൽ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആ 4 എണ്ണം നോക്കിയാണോ? ഏതെങ്കിലും ആ 4 എണ്ണത്തിൽ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയണോ? ക്ലിയർ ആണ്? ഓക്കെ. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ആണ് കൊഡാക് സിസ്റ്റം. ഫിഫ്ത്ത് വൺ നോക്കി. കൊഡാക് സിസ്റ്റത്തില് യൂസിങ് 10 digits ടു റെപ്രസെന്റ് an item. ഇവിടെ എന്താണ് ദോയിബ? ഒന്നും കൂടി പറയണോ? ഈ ഒരു 6 എണ്ണം പറഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. നോക്കിയേ. ഫിഫ്ത്ത് വൺ കൊഡാക് സിസ്റ്റം എന്ന് പറഞ്ഞ എന്താ? യൂസിങ് 10 digits ടു റെപ്രസെന്റ് an item. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ, എത്ര ഡിജിറ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഇവിടെ നമ്പർ തന്നെ ഉപയോഗിക്കുന്നത്, പക്ഷെ അവിടെ 10 ഡിജിറ്റ് നമ്പർ ആയിരിക്കും ഉപയോഗിക്കുക. യൂസിങ് 10 digits ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ ഇവര് കൊഡാക് സിസ്റ്റത്തില് 10 ഡിജിറ്റ് ഉപയോഗിക്കുന്നു. ദിസ് ഈസ് ബെറ്റർ ടു യൂസ് ഇൻ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അത് സർജിക്കൽ ഡിപ്പാർട്ട്മെന്റിനാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ജസ്റ്റ് അത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ജസ്റ്റ് ഓരോ ഇതൊക്കെ സിസ്റ്റംസിലാണ് നമ്മൾ ചെയ്യുന്നത് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് പറയുന്നത് ബ്രിഷ് സിസ്റ്റം. ഇപ്പൊ രണ്ടും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. മറ്റേ കൊഡാക് സിസ്റ്റത്തിലാണെങ്കിൽ എത്ര ഡിജിറ്റാ നമ്മൾ ഉപയോഗിക്കുന്നു പറഞ്ഞേ? എത്ര ഡിജിറ്റ് ഉപയോഗിക്കുന്നു പറഞ്ഞത്? 10 ഡിജിറ്റ് അല്ലെ, 10 ഡിജിറ്റ് ആണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞത്. എന്നാൽ ബ്രിഷ് സിസ്റ്റത്തിൽ വരുമ്പോ ഇവിടെ ഉപയോഗിക്കുന്നത് 7 ഡിജിറ്റ് ആണ്. ഒരു സ്പെസിഫിക് ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് 7 ഡിജിറ്റ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ന്യൂമറിക്കൽ സിസ്റ്റം അല്ലെ. നമ്പർ അല്ലെങ്കിൽ ന്യൂമറിക്കൽ സിസ്റ്റം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെയും റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. നോക്കി അതിനൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നേ. 1.02.00.00. അത് എന്തിന്റെ കോഡാണ്? മെഡിക്കൽ എക്യുപ്മെന്റിന്റെ കോഡാണ്. ആ നമ്പർ നിങ്ങളൊന്ന് എണ്ണി നോക്കി. എത്ര നമ്പർ ഉണ്ട് അതില്? എത്ര നമ്പറാ ഉള്ളത് ഇതില്? 7 അല്ലെ. അപ്പൊ അവിടെ 7 ഡിജിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കോഡ് ചെയ്യുന്നതിനെയാണ് എന്ത്? ബ്രിഷ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ 10 ഡിജിറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഏത് സിസ്റ്റമാണ്? 10 ഡിജിറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഏത് സിസ്റ്റമാ? കൊഡാക് സിസ്റ്റം ആണ് അല്ലെ. നെക്സ്റ്റ് കുറച്ച് എക്സാമ്പിളുകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക്. 1.0, 2.0, 1.00 ബ്ലഡ് ഗ്യാസ് അനലൈസറിന്റെ ആണ്. 1.02.01.01 മോഡൽ BGA3. അതൊരു റേഡിയേഷൻ എന്താണ്? ഒരു റേഡിയന്റ് ട്രേഡ് ഒരു മോഡലാണ് കേട്ടോ. 1.02.02.00 ബോയിൽസ് അപ്പാരറ്റസ് പേറ്റന്റ് മോഡൽ. അതൊരു അനസ്തെറ്റിക് മെഷീന്റെ കോഡാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നുള്ളൂ. ഇതൊന്നും കാണാൻ ഹാർഡ് ഇതൊന്നും പഠിക്കണ്ട കേട്ടോ, ചോദിക്കാറില്ല. ജസ്റ്റ് എക്സാമ്പിൾ തന്നിരിക്കും നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെ 7 എണ്ണം ആണെങ്കിൽ അത് ബ്രിഷ് സിസ്റ്റം ആയിരിക്കും. അതേപോലെ തന്നെ അത് 10 ഡിജിറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് കൊഡാക് സിസ്റ്റം ആയിരിക്കും. ഇനി
ഫസ്റ്റ് വൺ എന്താ നമ്മൾ പറഞ്ഞത്? കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കോഡിഫിക്കേഷൻ ഓഫ് സിസ്റ്റങ്ങളില് ഫസ്റ്റ് വൺ പറഞ്ഞത് ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം ആണ്. അതിൽ നമുക്ക് നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു സ്പെസിഫിക് ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ നമ്പേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ എന്താ? 0-99 എന്ന് പറയുന്നത് ഒരു സർജിക്കൽ ഐറ്റംസിന്റെ കോഡാണ്. എന്ത് കോഡാണ്? ന്യൂമറിക്കൽ കോഡാണ്. രണ്ടാമതായി പറഞ്ഞത് ആൽഫബറ്റിക്കൽ എന്ന് പറഞ്ഞാല് ആൽഫബറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ മെറ്റീരിയൽസിനെ കോഡ് ചെയ്യുന്നത്. ആ ഒരു മെറ്റീരിയലിൽ ആ ഒരു ഐറ്റത്തിന്റെ ആദ്യത്തെ ഫസ്റ്റ് 3 ലെറ്റേഴ്സ് ആയിരിക്കും നമ്മൾ അവിടെ കോഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അപ്പൊ സർജിക്കൽ എന്ന് പറയുന്ന ഒരു വേർഡിന്റെ ആണെങ്കിൽ കോഡ് വരുന്നത് SUR ആയിരിക്കും. ഞാൻ മൂന്നാമതായിട്ട് പറഞ്ഞത് ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം. ഇതെന്ന് പറയുന്നത് ആൽഫബറ്റിക്കലിന്റെയും ന്യൂമറിക്കലിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഒരു ഐറ്റത്തിന്റെ മെയിൻ ഗ്രൂപ്പിനെ നമ്മൾ ആൽഫബറ്റ്സ് ഉപയോഗിച്ച് കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തന്നെ സബ് ഗ്രൂപ്പിനെ നമ്മൾ എന്തുപയോഗിച്ച് കോഡ് ചെയ്യും? നമ്പർ ഉപയോഗിച്ച് കോഡ് ചെയ്യും. അത് നേരെ തിരിച്ചുമാവാം അല്ലെ. മെയിൻ ഗ്രൂപ്പിനെ നമ്പർ ഉപയോഗിച്ചാണ് കോഡ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ തന്നെ സബ് ഗ്രൂപ്പിനെ നമുക്ക് ആൽഫബറ്റ്സ് ഉപയോഗിച്ച് കോഡ് ചെയ്യാവുന്നതാണ്. ദെൻ ഡെസിമൽ സിസ്റ്റം എന്താ? ഡെസിമൽ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ദശാംശ സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നു. ക്ലിയർ ആയോ? അത് ആ ഒരു 6 ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. തൊയ്ബക്ക് ക്ലിയർ ആയോ? തൊയ്ബ ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാനാ. നോക്കി, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി കൺട്രോളുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്ലാസിഫിക്കേഷൻസ് നടക്കുന്നുണ്ട്. നോക്കി, ക്ലാസിഫിക്കേഷൻ നോംസ് ഫോർ ക്ലാസിഫിക്കേഷൻ യൂസേഴ്സ് എന്തൊക്കെയാണ്? കുറച്ച് പോയിന്റ്സ് നമുക്ക് ഒരെണ്ണം പഠിക്കാനുണ്ട്. ഇവിടെ ഒരു 10 പോയിന്റ്സ് ആണ്. അതായത് അവിടെയുള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ഇൻവെന്ററി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സാധനങ്ങളെ എന്ത് ചെയ്യാം? സ്റ്റോക്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇതൊരു ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്താണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്തിന്റെയൊക്കെ ബേസിസിലാണ് നടക്കുന്നത്? ഇതൊരു 10 രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഇത് ഓരോന്നും എന്താണെന്ന് ഇങ്ങനെ എടുത്ത് ചോദിക്കാറില്ല. ജസ്റ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആ 10 എണ്ണത്തില് ഉൾപ്പെടുന്നത് ഏത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ? അപ്പൊ അതുപോലെ ഒരു 10 കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ, ABC. എന്താ? ആൽഫബറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെ. ABC ആനുവൽ വാല്യൂ ടു കൺട്രോൾ ദ ആൽഫബറ്റിക്കൽ അപ്രോച്ച് കൺസെപ്ഷൻ ഓഫ് പർച്ചേസസ്, സ്റ്റോറിംഗ് ഓർ ഓൾവേസ് ബെറ്റർ കൺട്രോൾ ഐറ്റംസ് കൺസേൺഡ് ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. ഇനി ഇവിടെ എന്താ? ഒരു ABC നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ വരുന്നുണ്ട് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇവിടെ എന്താണ്? ഒരു ABC എന്ന് പറയുന്നത് ഒരു ആൽഫബറ്റിക്കൽ അപ്രോച്ച് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? സാധനങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നു. സ്റ്റോറിലുള്ള മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ചിലപ്പോൾ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ടാവും. അതായത് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സാധാരണയായി ആ ഒരു ബിസിനസിന്റെ സാധാരണ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാവാം? സാധാരണ പ്രവർത്തനങ്ങള് പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും, സ്റ്റോറിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അതുപോലെ അത് വിതരണം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു നല്ല കൺട്രോൾ വേണം അല്ലെ. അതല്ല ഇൻവെന്ററി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല കൺട്രോൾ കൂടിയായിരിക്കണം അത് ചെയ്യേണ്ടത് അല്ലെ. അതിനായിട്ട് നമ്മൾ ഈ സാധനങ്ങളെ, ഈ ഐറ്റംസിനെ എന്ത് ചെയ്യുന്നു? വരുന്ന പ്രൊഡക്റ്റുകളെ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ABC എന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒരു ABC എന്താണ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ഓൾറെഡി എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മിസ് ഇവിടെ പറയാത്തത്. അന്നേരം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുണ്ട്. ആ ഓരോ ABC എന്ന് നല്ല രീതിയിൽ ബെറ്റർ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ അവിടെ ചെലവാകുന്ന ആ ഒരു സമയം പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാവാം, സ്റ്റോർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാവും. ഏതൊരു ബിസിനസിന്റെയും സാധാരണ പ്രവർത്തനങ്ങളാണിവ എന്ന് പറയുന്നത് അല്ലെ. പർച്ചേസിങ്, സ്റ്റോറിങ്, അത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിതരണം ചെയ്യുക,
ചെയ്യുക. അപ്പൊ ഇതെല്ലാമായി ബന്ധപ്പെട്ട് നല്ലൊരു ബെറ്റർ കൺട്രോൾ എപ്പോഴും ആവശ്യമാണ്. അങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഐറ്റംസിനെ ABC ആൽഫബറ്റിക്കൽ അപ്രോച്ച് വഴി ABC എന്ന് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ A ഏതാണ്, B ഏതാണ്, C ഏതാണെന്നുള്ളത് നമുക്ക് ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇത്രയും മാത്രം മനസ്സിലാക്കുക കേട്ടോ. ദെൻ സെക്കൻഡ് വൺ ആണ് VED. VED എന്ന് പറയുന്നത് എന്താ? V for vital and E for essential and D for desirable. എന്താണ് വൈറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? സുപ്രധാനമായ അല്ലെ. എസെൻഷ്യലോ എന്താണ്? അത്യാവശ്യമായ അല്ലെ, അത്യാവശ്യമായിട്ടുള്ള. ആൻഡ് ഈ ഡി എന്താ? ഡിസൈറബിൾ, അഭികാമ്യമായിട്ടുള്ള. ക്രിട്ടിക്കൽ നേച്ചർ ഓഫ് ദ പർട്ടിക്കുലർ ഐറ്റം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നത്? ആ ഒരു വസ്തുവിന്റെ അല്ലെ, ആ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിന്റെ നിർണായക സ്വഭാവം അനുസരിച്ച് യൂസ് ടു ഡിറ്റർമൈൻ ദ സ്റ്റോക്ക് ലെവൽസ് നിർണ്ണയിക്കാൻ, അല്ലെങ്കിൽ സ്റ്റോക്ക് ലെവൽസ് നിർണ്ണയിക്കാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇവിടെ ആ ഒരു ഐറ്റം വളരെ സുപ്രധാനമാണോ, അതുപോലെ അത് അത്യാവശ്യമുള്ളതാണോ, അതുപോലെ അത് അഭികാമ്യമുള്ളതാണോ. അഭികാമ്യം എന്ന് പറയുമ്പോൾ എന്താ? അതില്ലെങ്കിലും നമുക്ക് അവിടെ പ്രവർത്തനങ്ങൾ നടക്കും, എന്നാൽ പോലും അത് ഉണ്ടെങ്കിൽ എന്താ, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വരും അല്ലെ. ഒരു വൈറ്റൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? ഒരു സുപ്രധാനം, അതിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറെ സാധനങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പൊ ഒരു എമർജൻസി മെഡിസിൻസ് അല്ലെ, അതൊരു സുപ്രധാന ഒരു സാധനമാണ്, ഒരു വൈറ്റലാണ് അല്ലെ. അതുപോലെ ഇപ്പൊ എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? ഒരു ആന്റിബയോട്ടിക് വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് അല്ലെ. അതേസമയം ഒരു ഡിസൈറബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കഫ് സിറപ്പ് പോലെയുള്ള സാധനങ്ങൾ. അതില്ലെങ്കിലും നമുക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ പറ്റില്ലേ? പറ്റുമോ? ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ പറ്റില്ലേ? അത് വളരെ അത്യാവശ്യം അല്ലെങ്കിൽ സുപ്രധാനമായിട്ടുള്ള ഒരു സാധനമല്ലല്ലോ. അത് ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ പറ്റും, പക്ഷെ ഇതുകൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റും അല്ലെ. അപ്പൊ ആ ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിന്റെ നിർണായക സ്വഭാവം അനുസരിച്ചാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. VED വൈറ്റൽ, എസെൻഷ്യൽ, ഡിസൈറബിൾ. ക്ലിയർ ആണോ? അത് ആദ്യത്തെ രണ്ടെണ്ണം ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? എന്താണ് ഒരു റെസ്പോൺസ് ഇല്ലാത്ത? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുമ്പോ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, HML എന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും HML? ഹൈ, മീഡിയം ആൻഡ് ലോ. ഹൈ, മീഡിയം ആൻഡ് ലോ. നോക്കിയേ, യൂണിറ്റ് പ്രൈസ് ഓഫ് ദ മെറ്റീരിയൽ. മെറ്റീരിയലിനാക്കാട്ടോ അവിടെ, മെറ്റീരിയലിനാണ് യൂണിറ്റ് പ്രൈസ് ഓഫ് ദ മെറ്റീരിയൽ. എന്താണ്? ആ ഐറ്റത്തിന് എത്രത്തോളം വിലയുണ്ട്, അല്ലെങ്കിൽ ആ ഐറ്റത്തിന്റെ വില എത്രയാണ്, അതിനനുസരിച്ചാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. നല്ല ഉയർന്ന വിലയാണോ, മീഡിയം വിലയാണോ അല്ലെ, ഹൈ കോസ്റ്റ് ആണോ, മീഡിയം കോസ്റ്റ് ആണോ, ലോ കോസ്റ്റ് ആണോ എന്നതിനനുസരിച്ചാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ടു കൺട്രോൾ പർച്ചേസ്. ഇതിലൂടെ നമുക്ക് പർച്ചേസിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? അത് HML ഹൈ, മീഡിയം, ലോ. ആ ഒരു ഐറ്റത്തിന്റെ പ്രൈസിനനുസരിച്ചാണ് അവിടെ ക്ലാസിഫിക്കേഷൻ നടന്നിരിക്കുന്നത്. ഹൈ പ്രൈസ് ആണോ, മീഡിയം ആണോ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്, ലോ ആണോ എന്നതിനനുസരിച്ച് ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ക്ലിയർ ആണോ? തേർഡ് വൺ നിങ്ങളൊന്ന് റെസ്പോൺസ് ചെയ്തേ, എന്നാലല്ലേ മിസ്സിന് മനസ്സിലാവുള്ളൂ അത് ക്ലിയർ ആയോ, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറയണോ എന്നുള്ളത്. ഓക്കെ ആണ്. Then Y, X, Y, Z. അടുത്തൊരെണ്ണമാണ് XYZ. എന്താണ് XYZ എന്ന് പറയുന്നത്? Depends on to review the inventory value of inventories. Inventories നാക്കട്ടെ അവിടെ. And of items stored there. Their uses at scheduled interval. ഇവിടെ ഈ സാധനത്തിന്റെ മൂല്യം എത്രത്തോളം ഉണ്ടെന്നതിനനുസരിച്ചാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അതായത് ഈ ഒരു പർട്ടിക്കുലർ ഐറ്റം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ പോലും അത് എപ്പോഴും ഉപയോഗിക്കുന്നില്ല. അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് ഇന്റർവെല്ലായിരിക്കും, അല്ലെങ്കിൽ എന്താണ്, കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ. ഇപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ അതിന് പറയുകയാണെങ്കിൽ, നമ്മൾ മാസ്ക് ഒക്കെ ഉപയോഗിക്കാറുണ്ടാവില്ലേ? മാസ്കുകള് എപ്പോഴാണ് നമ്മൾ മാസ്കുകൾ ഉപയോഗിച്ചത്? കൂടുതൽ ഉപയോഗിച്ച സമയം എപ്പോഴാണ് കൂടുതൽ ഉപയോഗിച്ചത്? കോവിഡ് സമയത്ത് അല്ലെ. വെരി ഗുഡ്, കോവിഡ് സമയത്താണ് അല്ലെ. അപ്പൊ നമ്മൾ മാസ്ക് ഉപയോഗിക്കാണ്ട് പുറത്തു പോവാറുണ്ടായിരുന്നോ?
ഇല്ല അല്ലെ, ആരും പുറത്ത് പോകാറില്ല, അവരെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നവരാണ് അല്ലെ നമ്മള്. അപ്പൊ ആ സമയത്ത് ആ ഒരു മാസ്കിന്റെ മൂല്യം എങ്ങനെയായിരുന്നു? ഇപ്പൊ ഉള്ള പോലെയായിരുന്നോ? വളരെ മൂല്യം കൂടുതലായിരുന്നു അല്ലെ. അപ്പൊ അതുപോലെ ചില സാധനങ്ങൾ ഉണ്ടാവും ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ സ്റ്റോറിൽ സൂക്ഷിക്കുന്ന ചില സാധനങ്ങൾ ഉണ്ടാവും. അതവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതിന് എപ്പോഴും എന്തുണ്ടാവില്ല? ഉപയോഗം ഉണ്ടാവില്ല. അതിന്റെ മൂല്യം കൂടുന്നതിനനുസരിച്ച് നിശ്ചിത ഇടവേളകളിലായിരിക്കും അതിന്റെ ഉപയോഗം വരുന്നത്. ക്ലിയർ ആയോ? എന്താണ് മനസ്സിലായോ? എന്താണ് XYZ ക്ലാസിഫിക്കേഷൻ? അവിടെ എപ്പോഴും ആ ഒരു വസ്തുവിന്റെ മൂല്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ചിലപ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് അതിന് മൂല്യം ഉണ്ടായില്ല. അതേസമയം നമ്മുടെ മാസ്ക് എന്ന് പറയുന്നത് മുൻപ് അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അതിന് അന്നേരം ഇപ്പൊ നമുക്ക് അധികം മൂല്യമില്ല അല്ലെ. അതേസമയം കോവിഡ് വന്ന സമയത്ത് അതിനെന്തായി? മൂല്യം കൂടി അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ചില ഐറ്റംസ് ഉണ്ട്. അത് നിശ്ചിത ഇന്റർവെല്ലുകളിൽ അല്ലെങ്കിൽ നിശ്ചിത ഇടവേളകളിൽ മാത്രം ഉപയോഗിക്കുന്നവയാണ്. ആ ഒരു വസ്തുവിന്റെ മൂല്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? XYZ എന്ന രീതിയിൽ ഏറ്റവും കൂടുതലാണ് മൂല്യമുള്ളവ X കൊടുക്കും, മീഡിയം ആയിട്ടുള്ളവയ്ക്ക് Y എന്ന് കൊടുക്കും. ദെൻ Z എന്ന് പറയുമ്പോൾ ഏറ്റവും ലോ ആയിട്ടുള്ള വാല്യൂ ഉള്ളവയെ, അങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ അത്? നെക്സ്റ്റ് ആണ് FSN. എന്താണ് FSN? നിങ്ങൾ അതിന്റെ ഒരു ഷോർട്ട് ഫോം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള മീനിങ് മനസ്സിലാവും. നോക്കിയേ, FS എന്ന് പറയുന്ന കൺസംഷൻ ടു റീസ്ട്രെയിൻ പർച്ചേസസ്. ഫാസ്റ്റ് മൂവിംഗ് ആണോ? F എന്ന് പറഞ്ഞാൽ എന്താ? ഫാസ്റ്റ് മൂവിംഗ്. ചില സ്റ്റോറിലെ ചില ഐറ്റംസ് പെട്ടെന്ന് മൂവ് ആവും അല്ലെ, ചില സാധനങ്ങളോ സ്ലോ മൂവിംഗ് ആയിരിക്കും. ആണോ? അതാണ് ഇവിടെ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഏതാണ്, സ്ലോ മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഏതാണ്. അതുപോലെ നോ മൂവിംഗ് എന്നാണ് ബ്രദർ. ഫ്രം ദ സ്റ്റോർസ് നോ മൂവിംഗ്. നോ ആക്കുക കേട്ടോ, ഒന്നാ കിടക്കുന്ന കേട്ടോ, നോ മൂവിംഗ് ആക്കുക. ക്ലിയർ ആയോ? മൂന്നെണ്ണം. ആ ഒരു സ്റ്റോറിലുള്ള ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഏതാണ്? മൂവ്മെന്റിനനുസരിച്ചാണ്, എത്രത്തോളം അത് മൂവ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഫാസ്റ്റ് മൂവിംഗ് ഐറ്റംസിൽ ഉൾപ്പെടുത്തുന്നു. അതുപോലെ സ്ലോ മൂവിംഗ് ആണെങ്കിൽ അതിനെ സ്ലോ മൂവിംഗ് ഐറ്റംസിൽ ഉൾപ്പെടുത്തുന്നു. ഇനി മൂവ് ചെയ്ത് പോകുന്നേ ഇല്ല, സ്റ്റോറിൽ തന്നെ അവിടെ മൂവ് ചെയ്യാണ്, അല്ലെങ്കിൽ ആവശ്യമായിട്ട് ആരും ഉപയോഗിക്കാൻ കൊണ്ടുപോകുന്നില്ല എങ്കിൽ അതിനെയാണ് നോ മൂവിംഗ് ഐറ്റംസ് എന്നുള്ള ക്ലാസിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? അത് FSN എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ഒരു ഐറ്റത്തിന്റെ മൂവിങ്ങിനനുസരിച്ച് അത് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഐറ്റം ആണെങ്കിൽ അതിനെ F-ൽ കൊടുക്കും. അത് സ്ലോ ആണ് മൂവ് ചെയ്യുന്ന ഒരു ഐറ്റം ആണെങ്കിൽ അത് സ്ലോ മൂവിംഗ് കൊടുക്കും. മൂവ് ചെയ്ത് പോകുന്നില്ലെങ്കിൽ അത് നോ മൂവിംഗിൽ കീഴിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ക്ലിയർ ആയോ? FSN ക്ലിയർ ആയോ? ഓക്കെ. Then next വരുന്നതാണ് SDE purchase problems, lead time. Then SDE എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇവിടെ അതിന്റെ ലീഡ് ടൈം ആണ്. പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട ലീഡ് ടൈമിനനുസരിച്ച് ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് അത് എത്ര സമയം കൊണ്ട് നമുക്ക് ഡെലിവറിക്ക് കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ S എന്ന് ഉദ്ദേശിക്കുന്നത് സ്കെയർ ടു അറ്റൈനിങ് റിഗാർഡ് ടു അനാലിസിസ്. എന്താ? ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെ, ആ ഒരു സാധനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സ്കെയർ അല്ലെങ്കിൽ ദൗർലഭ്യം അനുഭവപ്പെടുക. അതാണ് S എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കെയർ ടു അറ്റൈൻ ഇൻ റിഗാർഡ് ടു അനാലിസിസ്. എന്താ? ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഒരു ഓർഡർ കൊടുത്താൽ അത് ലഭിക്കുന്നതിനുള്ള സമയം ഒരുപാട് എടുക്കും. ആ ഒരു ലഭിക്കുന്നതിനുള്ള ആ ഒരു ദൗർലഭ്യം, അതാണ് S എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then ഏതാണ് നെക്സ്റ്റ്? D ആണ് അല്ലെ. Then difficult to get availability of the item. എന്താ? വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് ആ ഒരു ഐറ്റം അവൈലബിൾ ആകാനായിട്ട്. പക്ഷെ ഒട്ടുമില്ല സ്കെയറിനനുസരിച്ച് അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത്രയും സമയം നമ്മൾ ഇതിവിടെ ക്ഷമിക്കേണ്ടി വരില്ലെങ്കിൽ പോലും കുറച്ച് സമയം നമുക്കിവിടെ ബുദ്ധിമുട്ട് ആ ഒരു ഐറ്റം കിട്ടാനായിട്ട് അനുഭവപ്പെടാറുണ്ട്. Then E എന്തായിരിക്കും? അപ്പൊ ഈ എന്തായിരിക്കും നിങ്ങളൊന്ന് പറഞ്ഞേ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്കെയർ ആണ് അല്ലെ. ലഭ്യത എന്താണ്? ദൗർലഭ്യം അല്ലെ. ആ ഒരു സാധനം ലഭിക്കാനുള്ള വളരെ വലിയ രീതിയിലുള്ള ദൗർലഭ്യം കൊണ്ട് ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഡി ആവുമ്പോൾ അവിടെ ഡിഫിക്കൽട്ടിയാണ്, ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടേണ്ടതായിട്ട് വരും. എന്നാൽ അത്രയും സ്കെയർ ആയിട്ടുള്ള രീതിയിലുള്ള ദൗർലഭ്യം അത്രയും ഉണ്ടാവില്ല. കുറച്ച് സമയം വെയിറ്റ് ചെയ്തില്ലെങ്കിൽ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നാൽ മതിയാവും. അതേസമയം ഇ എന്ന് പറയുമ്പോൾ അപ്പൊ എന്തായിരിക്കും? ആ ഹയറിൽ നിന്ന് കുറഞ്ഞു വരികയാണ് അല്ലെ. ഇപ്പൊ ഇ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും?
ഈ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതെ, ഈസി ടു അറ്റൈൻ ആണ് അല്ലെ, പെട്ടെന്ന് ലഭിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ലഭ്യമാക്കുക. അപ്പൊ ആ ഒരു ഐറ്റം പെട്ടെന്ന് കിട്ടുമോ, അതിൽ കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടാവുമോ, അല്ലെങ്കിൽ വളരെ ദൗർലഭ്യം ഉണ്ടാവുമോ എന്നതിനനുസരിച്ച് അവിടെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നതിനെയാണ് SDE ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അത്? SDE ഈ പറഞ്ഞ 6 എണ്ണം ക്ലിയർ ആണോ? 6 എണ്ണം വരെ ഓക്കെ ആണോ? അതിലേതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ക്ലിയർ ആവാത്തതുണ്ടോ? ഓക്കെ. നെക്സ്റ്റ് നോക്കി, 7th വൺ ഗോൾഫ്. എന്തായിരിക്കും 7th വൺ ഗോൾഫ് എന്ന് പറയുന്നത്? ഗവൺമെന്റ്, ഓർഡിനറി, ലോക്കൽ ആൻഡ് ഫോറിൻ പർച്ചേസസ്, സോഴ്സ് ഓഫ് ദ മെറ്റീരിയൽ. ആ മെറ്റീരിയലിന്റെ സ്രോതസ് എവിടെ നിന്നാണ് അല്ലെ, അത് ലഭ്യമാകുന്ന സ്രോതസ്സിനനുസരിച്ച് അല്ലെങ്കിൽ സോഴ്സ് അനുസരിച്ച് അത് ഗവൺമെന്റിന്റെ ഏജൻസികളിൽ നിന്നാണോ കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ഓർഡിനറി പർച്ചേസ് വഴിയാണോ കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ലോക്കൽ സ്ഥലങ്ങളിൽ നിന്നാണോ നമുക്ക് സോഴ്സിൽ നിന്നാണോ നമുക്കത് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ഫോറിൻ പർച്ചേസുകളിൽ നിന്നാണോ നമുക്ക് ലഭ്യമാക്കുന്നത് എന്നതിനനുസരിച്ചാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ജി എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെന്റ് എന്താണ് സോഴ്സിൽ നിന്ന് കിട്ടുന്നത്. ദെൻ ഒ എന്ന് പറയുമ്പോൾ ഓർഡിനറി സോഴ്സിൽ നിന്ന് കിട്ടുന്നത്. എൽ എന്ന് പറയുമ്പോൾ ഒരു ലോക്കൽ പർച്ചേസ് അല്ലെങ്കിൽ ഒരു ലോക്കൽ സോഴ്സിൽ നിന്ന് കിട്ടുന്നത്. എഫ് എന്ന് പറഞ്ഞാൽ ഫോറിൻ പർച്ചേസുകളിലൂടെ ലഭ്യമാകുന്നത്. ക്ലിയർ ആണോ ഗോൾഫ്? അതിന്റെ ആ എക്സ്പാൻഡഡ് ഫോം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഇത് എന്താണ് ക്ലാസിഫിക്കേഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? ക്ലിയർ അല്ലേ ഇത് ഗോൾഫ്? ഓക്കെ. Then to plan the purchase strategies. ആ ഒരു സോഴ്സ് അല്ലെങ്കിൽ സ്രോതസ് മനസ്സിലാക്കുന്നത് വഴി നമുക്ക് പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കുന്നു. Then 8th വൺ ആണ് SOS. എന്താ? സീസണൽ ആൻഡ് ഓഫ് സീസണൽ. എന്താണ് SOSന്റെ ഉദ്ദേശം? എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് സീസണൽ ആൻഡ് ഓഫ് സീസണൽ അല്ലെ, സീസണാലിറ്റി ഓഫ് ദ ഐറ്റം. ആ ഒരു ഐറ്റത്തിന്റെ സീസണാലിറ്റി, അത് എന്ത് സീസൺ അനുസരിച്ചാണ് അല്ലെ. ഇപ്പൊ നമ്മള് എന്താണ്, ഇപ്പൊ നമ്മുടെ ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പൊ നമ്മള് മാങ്ങ അല്ലെ, നമ്മൾ മാങ്ങ വാങ്ങാറുണ്ട് അല്ലെ. ആ ഒരു സീസൺ ആവുമ്പോ ആ മാങ്ങയ്ക്ക് എങ്ങനെയായിരിക്കും വില? ആ മാങ്ങയുടെ സീസൺ ആണെങ്കിൽ അവിടെ മാങ്ങയ്ക്ക് വില എങ്ങനെയായിരിക്കും? കുറവായിരിക്കും അല്ലെ. ഇനി അതൊരു സീസൺ അല്ലാത്ത സമയമാണെങ്കിലോ, ഒരു മാങ്ങയുടെ സീസൺ അല്ലെങ്കിലോ, മാങ്ങ വാങ്ങാൻ പോയാലോ അതിന്റെ റേറ്റ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ അതിന്റെ ആ ഒരു സീസൺ ആണോ, അല്ലെങ്കിൽ ഇപ്പൊ എന്തൊരു ഐറ്റം ആണെങ്കിലും ആ സീസൺ നമുക്ക് എത്രത്തോളം അവിടെ ലഭ്യമാകുന്നുണ്ട്. ചിലപ്പോ നമുക്ക് ചീപ്പർ റേറ്റില് സീസൺ അനുസരിച്ച് ചിലപ്പോൾ ചീപ്പർ റേറ്റിൽ നമുക്ക് സാധനം കിട്ടാം അല്ലെ. ചിലപ്പോ ഒരു ഓഫ് സീസൺ ആണെങ്കിൽ അത് ചിലപ്പോ കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരാം, അല്ലെങ്കിൽ വില കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരാം. അപ്പൊ ഓരോ പർട്ടിക്കുലർ ഐറ്റംസിന്റെയും അല്ലെ, ഓരോ പർട്ടിക്കുലർ ഐറ്റംസിന്റെയും എന്ത് ചെയ്യണം? ഒരു വൈറൽ ഫീവർ വരുന്ന സമയത്ത് നമുക്ക് ഒരു ഹോസ്പിറ്റലുമായിട്ട് ഒരു വൈറൽ ഫീവർ വരുന്ന സമയത്താണെങ്കിൽ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട മരുന്നുകൾ സീസണൽ ആണല്ലേ, അത് കൂടുതലായിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട മരുന്നുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അല്ലെ. അതേസമയം ആ ഒരു മഴക്കാലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അത്രയധികം ഒരു വൈറൽ ഫീവറിന്റെ അളവ് ഉണ്ടാവോ? ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറയും അല്ലെ. അപ്പൊ അതെന്തായി? ഓഫ് സീസണലായി. ആ സീസണാലിറ്റി അനുസരിച്ച് ആ സാധനങ്ങളെ എന്ത് ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതാണ് SOS എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? SOS എന്താന്ന് ക്ലിയർ ആയോ? ജസ്റ്റ് നിങ്ങൾ എന്താന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടാ. ക്ലിയർ ആണോ SOS? ഓക്കെ. Then നെക്സ്റ്റ് വരുന്നത് രണ്ടും നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് നിർത്താട്ടോ. നോക്കി, വെയിൻ. ഇതെന്താ? ഇവിടെ ഒരു എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. വെയിൻ എന്ന് പറഞ്ഞാൽ വൈറ്റൽ ആൻഡ് നോർമൽ, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഉപകരണമാണോ, ആ ഒരു പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻസ് ആണ് അവിടെ കാണിക്കുന്നത്. ആ ഒരു ഉപകരണം പർച്ചേസ് ചെയ്യുന്നതിന്റെ ആവശ്യകത അല്ലെങ്കിൽ പ്രാധാന്യം എന്താണ്? ആ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഉപകരണമാണോ, അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണോ അത് എന്നതിനനുസരിച്ചാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. വൈറ്റൽ ആണോ, വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഉപകരണമാണോ, അല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഉപകരണമാണോ, ആ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട ആ ഉപകരണത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നതിനനുസരിച്ചാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടെ വെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വരുന്നതാണ് റാം.
എന്താണ് റാം? റിലയബിലിറ്റി, അവൈലബിലിറ്റി ആൻഡ് മെയിൻ്റനൻസ്. എന്തായിരിക്കും? ദാറ്റ് റിലേസ് ഓൺ സർവീസ് ഓഫ് ദ എക്യുപ്മെന്റ്. ആ ഒരു ഉപകരണത്തിന്റെ സർവീസിനെ അടിസ്ഥാനമാക്കിയാണ് റാം എന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ ഒരു സാധനം, ഒരു ഉപകരണം പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറെ ഘടകങ്ങൾ കൺസിഡർ ചെയ്യും അല്ലെ. അതുപോലെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് നോക്കും അല്ലെ. അതിന്റെ മെയിൻ്റനൻസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാണ് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? ആ ഒരു സാധനത്തിന്റെ സർവീസുമായി ബന്ധപ്പെട്ട് അല്ലെ, സർവീസിനെ ആശ്രയിച്ചാണ് ഇവിടെ നമ്മൾ ആ ഒരു റാം എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഉപകരണം വളരെ റിലയബിലിറ്റി ഉള്ളതാണോ, വിശ്വസ്തമായിട്ടുള്ള സ്ഥലത്തു നിന്നാണോ, അല്ലെങ്കിൽ ആ ഒരു ഉപകരണം വളരെ വിശ്വസ്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ, അതെല്ലാ കാര്യങ്ങളും അതിന്റെ ലഭ്യമായിരിക്കുമോ, അവൈലബിലിറ്റി അല്ലെ, സ്പെയർ പാർട്സ് മുതലായ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണോ, അതുപോലെ മെയിൻ്റനൻസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് റാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ആ 10 ക്ലിയർ ആണോ? ABC ആണോ? ABC നമ്മൾ ഒന്നും കൂടി പറയുന്നുണ്ട്, അതുകൊണ്ടാണ് മിസ് അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ കേട്ടോ. ABC എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സ്ഥാപനം, ഇപ്പൊ നമ്മൾ ഒരു പർച്ചേസിങ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. സ്റ്റോർ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പർച്ചേസിങ് ചെയ്യണം, അതുപോലെ സ്റ്റോർ ചെയ്യണം, അത് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വിതരണം ചെയ്യണം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തണമെങ്കിൽ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു നല്ല നിയന്ത്രണം അതിനാവശ്യമാണ് അല്ലെ. ഓൾവേസ് എ ബെറ്റർ കൺട്രോൾ, ഒരു നല്ല നിയന്ത്രണം അതിനാവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് അങ്ങനെ നിയന്ത്രിച്ച് അല്ലെങ്കിൽ നമ്മൾ ഒരു കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഉപയോഗിക്കുന്ന ഈ സാധനങ്ങള് പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാവാം, സ്റ്റോർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് ആവാം, അതുപോലെ അത് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് ആവാം, ഇവയെല്ലാം നല്ല നിയന്ത്രണത്തിലൂടെ ആയിരിക്കണം കൊണ്ടുപോവേണ്ടത്. അങ്ങനെ നിയന്ത്രിച്ചാൽ നമുക്ക് കോസ്റ്റ് റിഡക്ഷൻ അല്ലെ, ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു ആൽഫബറ്റിക്കൽ അപ്രോച്ച് ആണ് നടത്തുന്നത്. അതാണ് ഈ ഐറ്റംസിനെ ABC എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. എന്താണ് A, അതിലെ Bയിൽ എന്താ വരുന്നത്, Cയിൽ എന്താ വരുന്നത്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. എന്താണ് മറ്റൊരാളാരാ ചോദിച്ച ഡൗട്ട്? ശ്രീകല. ഓക്കെ, XYZ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഡിപ്പെൻഡ്സ് ഓൺ ദ റിവ്യൂ ദ ഇൻവെന്ററി വാല്യൂ. ആ ഒരു വസ്തുവിന്റെ മൂല്യത്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്, വിലയിലല്ല, അതിന്റെ മൂല്യം. അതാണ് മിസ് പറഞ്ഞത്. ഓഫ് ദ ഐറ്റം സ്റ്റോർഡ്, ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് അത് ചിലപ്പോ എപ്പോഴും നമുക്ക് ആ ഒരു ഉപയോഗം, നമ്മൾ മാസ്കിന്റെ കാര്യം പറഞ്ഞില്ലേ, മാസ്ക് എന്ന് പറയുന്നത് ഓൾറെഡി അവിടെ സ്റ്റോറിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മൂല്യം വന്നത് എപ്പോഴാ? ഏത് സമയത്ത് അതിന് മൂല്യം കൂടുതൽ വന്നത്? കോവിഡ് സമയത്താണ് അല്ലെ, ആണോ? അപ്പൊ അതൊരു ഷെഡ്യൂൾ അല്ലെങ്കിൽ നിശ്ചിത ഇടവേളകളിലായിരിക്കും ചിലപ്പോ അതിന് മൂല്യം കൂടുന്നത് അല്ലെ. അല്ലെങ്കിൽ ഒരു നിപ്പ, കോവിഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പൊ അതുപോലെ മഴക്കാല സീസൺ ഒക്കെ ആവുന്ന സമയത്ത് വൈറൽ ഇൻഫെക്ഷൻസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൂടുതൽ പേരും മാസ്ക് ഉപയോഗിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു നിശ്ചിത ഇടവേളകളിലാണ് അതിന്റെ മൂല്യം വർദ്ധിക്കുന്നത്, ആണോ? നമ്മൾ ഓൾറെഡി അത് സ്റ്റോറിൽ ഉണ്ടാവും, എന്നാൽ പോലും ആ നിശ്ചിത ഇടവേളകളിലായിരിക്കും അതിന്റെ മൂല്യം വർദ്ധിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള മൂല്യത്തിനനുസരിച്ച് ആ വസ്തുവിന്റെ മൂല്യം എങ്ങനെയാണ്, ആ മൂല്യത്തിനനുസരിച്ച് ആ വസ്തുവിന്റെ ഉപയോഗം വരുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഉപയോഗം, ആ മൂല്യത്തിനനുസരിച്ചുള്ള ഉപയോഗത്തിനനുസരിച്ചാണ് നമ്മളിവിടെ ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏറ്റവും മൂല്യമുള്ള സാധനമാണെങ്കിൽ അതിനെ X എന്ന് കൊടുക്കുന്നു. അത്രയും മൂല്യമില്ല അല്ലെങ്കിൽ അത്രയും നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൂല്യമുള്ള സാധനമല്ലെങ്കിൽ അതിനെ Y എന്ന് കൊടുക്കുന്നു. അതുപോലെ ഏറ്റവും ലോ ആയിട്ടുള്ള ഒരു മൂല്യമുള്ള സാധനമാണ് എങ്കിൽ Z എന്ന് കൊടുക്കുന്നു. ക്ലിയർ ആണോ ശ്രീകല? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നോക്കിയിട്ട് വരാം കേട്ടോ. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.